ഹായ് ഹലോ, ഞാൻ ജസ്ന. വെൽക്കം ബാക്ക് ടു ലെസിറ്റ് ലിമോണ്ട്. പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു DIY ക്യാൻവാസ് നമുക്ക് എങ്ങനെ ഈസിയായി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മുടെ കഴുത്തിന് അതുപോലെ കോളറിനൊക്കെ വെക്കുന്ന ക്യാൻവാസ്, ആ ഒരു ക്യാൻവാസിൻ്റെ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഞാൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 സൈഡും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ ഈ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 4 സൈഡിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ കാർഡ്ബോർഡുമായിട്ടൊന്ന് ഒട്ടിച്ചു വയ്ക്കാം. നാല് സൈഡും ഞാൻ ഇതുപോലെ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് A4 ഷീറ്റ് വേണം. അത് നമുക്കിതിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ DIY ക്യാൻവാസ് വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പേപ്പർ ടേപ്പ് എടുത്തിട്ട് അതൊരു ഫ്രെയിം പോലെ ഞാനിതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രെയിമിനകത്ത് പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് ഈ ക്യാൻവാസ് മുഴുവനായിട്ട് നമുക്ക് ക്രിസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ സ്പേസിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും ഇഷ്ടം ഒരുപോലെ ആവില്ല, ഇഷ്ടമുള്ള കളർ വെച്ച് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരേ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുക്കാം, ഈ ലൈറ്റ് ഡാർക്ക് അങ്ങനെ കൊടുക്കാം, അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ട് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ടൊരു മിക്സ്ഡ് കളേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ കളറും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ ടേപ്പ് നമുക്ക് മാറ്റാം. പേപ്പർ ടേപ്പ് മാറ്റിയപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലൊരു ട്രീ വരയ്ക്കുന്നുണ്ട്. ഇനി ട്രീ ഒന്നും വേണ്ട ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രെയിം ചെയ്ത് വയ്ക്കാം. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഞാനൊരു ബ്ലാക്ക് ആക്രിലിക് മാത്രമാണ് ട്രീ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചുമ്മാതിരിക്കുന്ന കുറേ കാർഡ്ബോർഡ് ബോക്സുകൾ ഉണ്ടാവും. ഒന്നുകിൽ അത് കത്തിച്ച് കളയും, അല്ലാന്നുണ്ടെങ്കിൽ അത് വേസ്റ്റിലിടും. അതുപോലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ് നമ്മൾ ഇത്രയും ഭംഗിയാക്കി എടുത്തിട്ടുള്ളത്. അത് കാർഡ്ബോർഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് വയ്ക്കില്ല. ഇതുപോലെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.